എന്നെ ആങ്കിള മർദ്ദിക്കുമ്പോൾ അമ്മ അതിനെ കൂട്ടു നിൽക്കുകയായിരുന്നു. അമ്മ എൻ്റെ നെഞ്ച് മാന്തി പൊളിച്ചിരുന്നു. ഞാൻ വേദന കൊണ്ട് നിലവിളിച്ചിട്ടും അമ്മ അത് മൈൻഡ് ചെയ്തില്ല. ഇത് പറയുന്നത് ഒരു 12 വയസ്സുകാരനാണ്. 5 ദിവസത്തെ ഇടവേളകളിൽ എറണാകുളം ജില്ലയിൽ മാത്രമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 2 അതിക്രൂരമായ ബാലപീഡന കേസുകളാണ്. ഇവ കേരളത്തിൻ്റെ സാമൂഹ്യ മനസ്സാക്ഷിയെ പിടിച്ചുലയ്ക്കുന്നവ കൂടിയാണ്. എളമക്കരയിൽ 12 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അമ്മയും ആൺ സുഹൃത്തുമാണ് അറസ്റ്റിലായത്. ഇതിന് പിന്നാലെയാണ് മരടിൽ 4 വയസ്സുകാരിയായ അമ്മയുടെ കൈകളിൽ നിന്നും ചട്ടുകം വെച്ചുള്ള പൊള്ളലേറ്റ സംഭവം പുറത്തു വരുന്നത്. ഇതിൽ ആദ്യത്തേതിൽ 12 വയസ്സായ മകനെ അമ്മയും ആൺ സുഹൃത്തും കൂടി ചേർന്നിട്ടാണ് ക്രൂരമായി മർദ്ദിക്കുന്നത്. മകൻ്റെ തോളലിന് വരെ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിലെ അമ്മ എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ്, യൂട്യൂബ് ചാനലിലെ അവതാരികയാണ്. വലിയ തരത്തിൽ സ്ത്രീപക്ഷപാതം മുടക്കുന്ന, വലിയ തരത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന, എൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം വലുതാണെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്ന ഒരമ്മ. ഒപ്പം തന്നെ ഈ പറഞ്ഞ ആൺ സുഹൃത്ത് എന്ന് പറയുന്നത് അതേ ചാനലിൽ തന്നെ വീഡിയോ എഡിറ്റർ കൂടിയാണ്. 24 വയസ്സുകാരനാണ്. അമ്മയ്ക്ക് ഏതാണ്ട് 38 വയസ്സോളം പ്രായവുമുണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധത്തിന് തടസ്സം നിന്നതിനാണ് മകനെ ക്രൂരമായി അമ്മയും ആൺ സുഹൃത്തും ചേർന്ന് മർദ്ദിച്ച് അവശനാക്കുന്നത്. തോളിന് പോലും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്, എടുത്ത് ചുവരിൽ അടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ അമ്മ തന്നെ നെഞ്ച് മാന്തി പൊളിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തുന്നത്. ഇവർ സോഷ്യൽ മീഡിയയിൽ വലിയ താരങ്ങളാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള പോസ്റ്റുകൾ എഴുതി പ്രബന്ധങ്ങൾ എഴുതുന്നവരാണ്. ഇവർ തന്നെയാണ് സ്ത്രീപക്ഷപാതം പറയുകയും അതുപോലെ എൻ്റെ കുഞ്ഞാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് പറയുന്ന അതേ സ്ത്രീ തൻ്റെ ലൈംഗിക ആവശ്യങ്ങൾ നടക്കാത്തതിൻ്റെ പേരിൽ കുഞ്ഞിനെ അതിക്രൂരമായി മർദ്ദിച്ചത്. ഇതിൽ രണ്ടാമത്തേതിൽ അമ്മ ചെയ്തിരിക്കുന്നത് കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വരെ ചട്ടുകം വെച്ച് പൊള്ളലേറ്റെന്നുള്ളതാണ് റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നത്. ഈ അതിക്രമങ്ങളുടെ എല്ലാം ക്രൂരത എത്രത്തോളം ഉണ്ടെന്നെല്ലാം വിളിച്ചു വന്നത് കൂടിയാണ്. വളരെ എടുത്തു പറയേണ്ട കാര്യം, ഇവിടെ കുട്ടികളുടെ രക്ഷകരാകേണ്ടവർ തന്നെ വേട്ടക്കാരായി മാറുന്ന ഈ സാഹചര്യത്തിൽ സംഭവങ്ങളുടെ ആഴവും അതിന് പിന്നിലെ സാമൂഹികപരമായ ഭരണപരമായ വീഴ്ചകളും വരെ അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു. കാട്ടിത്തറയിൽ താമസിക്കുന്ന കൊടുങ്ങല്ലൂർ സ്വദേശിനിയായ അമ്മയെ പ്രതിചേർത്ത് മരട് പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. കുട്ടിയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ നടത്തിയ പരാതിയിലാണ്, അല്ലെങ്കിൽ അവർ നടത്തിയ അന്വേഷണത്തിലാണ് ഈ വലിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുണ്ടാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ അധികൃതർ തന്നെ പരാതി നൽകുന്നതും അമ്മയെ അറസ്റ്റിലാകുന്നതും എന്ന വസ്തുത കൂടി കുട്ടികളെ സംരക്ഷിക്കുന്നതിൽ പൊതുസമൂഹത്തിന് ഇനിയും എത്ര ദൂരം പോകേണ്ടിയിരിക്കുന്നുവെന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. 4 വയസ്സുകാരിക്ക് നേരിട്ട പീഡനം ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. കുട്ടിയുടെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലാത്ത ഈ കുടുംബത്തിൽ അമ്മയും കുഞ്ഞും അമ്മമ്മയും അപ്പൂപ്പനുമാണ് ഉണ്ടായിരുന്നത്. ഒരേ വീട്ടിൽ പ്രത്യേകമായി പാചകം ചെയ്ത് 2 കുടുംബങ്ങളായാണ് ഇവർ താമസിച്ചിരുന്നതെങ്കിലും 3 വർഷമായി കുട്ടിക്ക് സ്ഥിരമായി മാതാവിൽ നിന്നും അമ്മയിൽ നിന്നും വരെ മർദ്ദനമേൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം. കുട്ടിക്ക് കൃത്യമായ ഭക്ഷണം നൽകിയിരുന്നില്ല എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഭയം കാരണം പുറത്താരോടും പറയാൻ കഴിയാതിരുന്ന കുട്ടിയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട സ്കൂൾ അധികൃതരുടെ ജാഗ്രതയാണ് ഒടുവിൽ ഈ ക്രൂരത പുറത്തു കൊണ്ടുവന്നത്. സംഭവം റിപ്പോർട്ട് ചെയ്ത ആദ്യഘട്ടത്തിൽ സാക്ഷികളൊന്നും ഇല്ലാത്തതിനാൽ കേസ് നിലനിൽക്കില്ല എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. വിഷയത്തിൻ്റെ ഗൗരവം കുറച്ചു കാണുന്നതിന് തുല്യമായിരുന്നു അതുകൂടി എന്നുകൂടി മനസ്സിലാക്കാം. കാരണം പോലീസ് അവിടെ അലംഭാവം കാണിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നീട് കേസ് ഫയൽ ചെയ്യുകയും മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിച്ച് അമ്മയെ റിമാൻഡിലാക്കുകയും ചെയ്തു. ഈ സംഭവം പുറത്തു വരുമ്പോൾ കുട്ടികളുടെ സുരക്ഷയ്ക്കായി നിയമപരവും ഭരണപരമായ ചുമതലയ്ക്കുള്ള സംവിധാനങ്ങൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യവും ശക്തമാകുന്നുണ്ട്. കുട്ടികൾ നേരിടുന്ന പീഡനങ്ങളുടെ കാരണം, നിയമപരമായ വീഴ്ചകൾ, സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ശക്തമായ വിമർശനങ്ങളാണ് ഇതിൽ ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ പറയുന്നത് കുട്ടികൾ ഒരു ബാധയായിട്ട് പല മാതാപിതാക്കളും തോന്നുന്നു എന്നുള്ളതാണ്. അതായത് കുട്ടികൾ പലപ്പോഴും മാതാപിതാക്കൾക്ക് ബാധ്യതകളായി മാറുന്നു എന്നുള്ളതാണ്. ഇത്തരം സംഭവങ്ങളിലെ പ്രധാന കാരണവും അതുതന്നെയാണ്. പുതിയൊരു ബന്ധം സ്ഥാപിക്കുന്നതിനോ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോ കുട്ടികൾ തടസ്സമാകുമ്പോൾ അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നതിലൂടെയാണ് കാര്യങ്ങൾ ഗുരുതരമാകുന്നത്. മരടിലെ സംഭവത്തിൽ കുട്ടി തനിക്കൊരു ശല്യമാണെന്നാണ് അമ്മ പോലീസിനോട് പറഞ്ഞത്. 4 വയസ്സുള്ള കുഞ്ഞ് മാതൃത്വത്തിന് ശല്യമാകാൻ സാധ്യതയില്ലെന്നും മറ്റെന്തെങ്കിലും മറയ്ക്കുന്നതിന് വേണ്ടിയാകാം കുട്ടിയുടെ അമ്മ ഇങ്ങനെ ന്യായീകരണം പറഞ്ഞതെന്നുമാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അമ്മയ്ക്ക് മറ്റ് മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നതും ഈ വാദത്തിന് ശക്തി നൽകുന്നത് കൂടിയാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയായ CWCയുടെ ഭാഗത്തു നിന്നും ഇത്തരം കേസുകളിൽ നിരന്തരം വീഴ്ചകൾ വരാറുണ്ടെന്നും അഡ്വക്കേറ്റ് ജയ്സിംഗ് തന്നെ ആരോപിക്കുന്നുമുണ്ട്. വിവാദപരമായ സംഭവങ്ങളിൽ മാത്രം ഇടപെടുകയും ചെറിയ രീതിയിലുള്ള പേപ്പർ വർക്കുകൾ നടത്തി ഒത്തുതീർപ്പിൽ ശ്രമിക്കുകയുമാണ് എറണാകുളത്തെ CWC ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. ഇത് പൊതുസമൂഹത്തിലും ശക്തമായി നിലനിൽക്കുന്നുമുണ്ട്. ജില്ലയിലെ പ്രശ്നങ്ങൾ ആഴത്തിൽ പഠിച്ച് കൃത്യമായ നടപടികൾ എടുക്കാനോ സ്കൂളുകളിൽ പോലും അവബോധ ക്ലാസുകൾ ക്രമീകരിക്കാനോ
CWC ശ്രമിക്കുന്നില്ല. ചുരുക്കം ചില വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റുള്ളവയെ അവഗണിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചു വരുന്നത്. വനിതാ ശിശുക്ഷേമം എന്ന വളരെ പ്രധാനപ്പെട്ട സർക്കാർ വകുപ്പിനെ വർഷങ്ങളായി ഒരു പേപ്പറിൽ മാത്രം ഒതുക്കിയിരുന്ന അവസ്ഥയാണുള്ളതെന്നും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. കുട്ടികൾ നേരിടുന്ന പീഡനങ്ങൾ പുറത്തു വന്നില്ല എന്ന് മാത്രമല്ല, പുറത്തു വരുന്നുമില്ല. പുറത്തു വരുന്നവയിൽ തന്നെ കൃത്യമായ നടപടികളെടുത്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഭരണ സംവിധാനത്തിന് കഴിയുന്നുമില്ല. ഇതൊന്നും കൂടാതെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജാഗ്രതാ സമിതികൾ ഉണ്ടെന്നും അവയൊന്നും കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നതുകൂടി എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ്. 7 ദിവസങ്ങൾക്ക് ശേഷം അമ്മ പുറത്തിറങ്ങുമ്പോൾ കുട്ടിയുടെ കസ്റ്റഡി അമ്മയ്ക്ക് തന്നെ ആയിരിക്കും ലഭിക്കുക എന്ന നിയമപരമായ വെല്ലുവിളിയും ഇതിൽ എടുത്തു പറയേണ്ടതാണ്. ഈ അവസ്ഥ കുട്ടിയുടെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളി കൂടിയാണ്. കുട്ടിയെ അമ്മയോടൊപ്പം വിടാനായി പല ഭാഗത്തുനിന്ന് സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാകാം. സ്വാധീനത്തിൻ്റെ ഫലമായി കുട്ടിക്ക് പിന്നീട് പരാതിയില്ലെന്ന് വന്നാൽ ഭാവിയിൽ അമ്മയിൽ നിന്ന് വീണ്ടും പീഡനം നേരിടുകയും അപ്പോൾ വീണ്ടും പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വ്യാജ പരാതിയായി കണക്കാക്കപ്പെടുകയും ചെയ്യാനുള്ള സാധ്യതയും ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. ഇത്തരം വ്യാജ പരാതിയായി കണക്കാക്കപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കാനാണ് കുട്ടിയുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് ജനങ്ങൾ തന്നെ മുഖ്യമന്ത്രിക്ക് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജയ്സിംഗ് തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. തൻ്റെ കുട്ടിയെ എന്തും ചെയ്യാമെന്നുള്ള തെറ്റായ ധാരണയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിൽ പ്രധാന കാരണം. കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതും വളർത്തുന്നതുമെല്ലാം താനാണെന്നും അതിനാൽ അവരെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ എനിക്ക് അധികാരമുണ്ടെന്നും അവകാശമുണ്ടെന്നും എന്നതുമുള്ള ചിന്താഗതിയാണ് പല രക്ഷിതാക്കളെയും വെച്ച് പുലർത്തുന്നത്. പലരും ഇപ്പോഴും അത് തന്നെയാണ് വെച്ച് പുലർത്തുന്നത്. ഇത് ചോദിച്ചാൽ പറയും, ഞാനല്ലേ നിനക്ക് ചെലവിന് തരുന്നത്, ഞാനല്ലേ നിനക്ക് ഭക്ഷണം തരുന്നത്, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം, ഞാൻ വളർത്തുന്നതല്ലേ, അപ്പോൾ എനിക്ക് എന്തും കാണിക്കാം എന്നുള്ള ചിന്താഗതി ഇപ്പോഴും പല മാതാപിതാക്കളും വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. പത്തനംതിട്ടയിൽ അടുത്തിടെ വന്ന പോക്സോ കേസിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി തന്നെ ഒത്തുതീർപ്പിന് ശ്രമിച്ചെന്ന വിവാദവും ഇതിൽ ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട്. ഹൈക്കോടതി അഭിഭാഷകനാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. കേസ് ഒത്തുതീർപ്പാക്കാൻ റൂറൽ SP-യും CWC പ്രസിഡന്റുമാണ് ശ്രമിച്ചത്. പിന്നീട് കളക്ടർ അന്വേഷണം പ്രഖ്യാപിക്കുകയും CWC അധ്യക്ഷനെ തന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. കൃത്യമായുള്ള ഒരു മോണിറ്ററിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇരകളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ചൈൽഡ് ലൈൻ പ്രവർത്തകരും വനിതാ ശിശുക്ഷേമ വകുപ്പ് അതായത് DWCDയും പ്രതിനിധികൾ തന്നെ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കുന്നുമുണ്ട്. തങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങളെല്ലാം ഉയർത്തുന്നവർക്ക് ശരിക്കും CWCയുടെ അല്ലെങ്കിൽ CWCയെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയില്ല എന്നും ചില വിവരങ്ങൾ പുറത്തു പറയാൻ കഴിയാത്തതിനാലാണ് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നതെന്നും ചൈൽഡ് ലൈൻ പ്രവർത്തകർ തന്നെ പറയുന്നുമുണ്ട്. മരടിലെ വിഷയത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ നേരിട്ടെത്തി കുട്ടിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നും അവർ പറയുന്നുണ്ട്. നിലവിൽ കുഞ്ഞ് പൂർണ്ണമായും CWCയുടെ സുരക്ഷിതത്വത്തിൽ തന്നെയാണ്. കുട്ടിയെ കാണാൻ ആർക്കും കഴിയില്ല. ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള ചികിത്സയും പുനരധിവാസവും ഉറപ്പാക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം വകുപ്പിന് തന്നെയാണ്. CWCD ദിവസവും ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നവർ കൂടിയാണ്. അവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ രഹസ്യ സ്വഭാവമുള്ളത് കൂടിയാണ്. അത് എപ്പോഴും എല്ലാവരോടും തുറന്നു പറയാൻ കഴിയുന്നതുമല്ല. ചില കേസുകളിൽ മാത്രം താല്പര്യം കാണിച്ച് ഇടപെടാറില്ല എന്നും അവർ ഉറപ്പു നൽകുന്നുണ്ട്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമൂഹത്തിൽ അവബോധം നൽകുകയാണ് പ്രധാനമായും ചെയ്യേണ്ടതെന്നുമാണ് ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ തന്നെ അഭിപ്രായം. മരട് പോലീസ് സ്റ്റേഷനിൽ നിന്നും സർക്കാരിൽ നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായാൽ ഈ കുട്ടിയെ നല്ല സംരക്ഷണം നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നും ഇവിടെ അഡ്വക്കേറ്റ് ജയ്സിംഗ് തന്നെ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുമുണ്ട്. വീടുകൾക്കും സ്കൂളുകൾക്കും പുറമെ വീട്ടിലെ പ്രശ്നങ്ങളും കുട്ടികൾ നേരിടുന്ന പീഡനങ്ങളും തുറന്നു പറയാൻ സ്കൂളുകളിൽ സൗകര്യം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും അദ്ദേഹം ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇവിടെ നാം ആലോചിക്കണം, പലപ്പോഴും നമ്മുടെ മക്കൾ സുരക്ഷിതരാണോ എന്നുള്ളത് ആദ്യം ഓർക്കേണ്ടത് നാം കൂടിയാണ്. പലപ്പോഴും പല വീടുകളിലും കുട്ടികൾ സുരക്ഷിതരല്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അവിടെ വീട്ടിനുള്ളിൽ തന്നെ പല കുഞ്ഞുങ്ങളും പീഡനം അനുഭവിക്കുന്നുണ്ട്. അവരതിന് പീഡനത്തിന് ഇരയാകുന്നുണ്ട്. പലതും പുറത്തു വരുന്നില്ല. പുറത്തു വരുന്നതിൽ ചിലത് മാത്രം അത് പിന്നീട് തെളിയിക്കപ്പെടുകയോ അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാവുകയോ ചെയ്യുന്നു, നിയമപരമായ നടപടികൾ എടുക്കുകയും ചെയ്യുന്നു. പക്ഷേ 100-ൽ 90% ഇത്തരത്തിലുള്ള പീഡനങ്ങളും പിന്നീട് ആരുടെയൊക്കെയോ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ പ്രലോഭനത്തിലോ വീണുകൊണ്ട് കേസൊന്നും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ആദ്യത്തെ റിമാൻഡ് കഴിഞ്ഞാൽ പിന്നെ ആ കേസിൽ യാതൊരു പുരോഗതിയും ഉണ്ടാകാത്ത സാഹചര്യം നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ പലയിടത്തും നാം ആലോചിക്കണം, 12 വയസ്സായ കുഞ്ഞിനെ അമ്മയും കാമുകനും ചേർന്നിട്ട് ക്രൂരമായി മർദ്ദിക്കുമ്പോൾ അതും തൻ്റെ ലൈംഗിക ആവശ്യങ്ങൾ നടത്താൻ അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് ഇവിടെ കുട്ടി തന്നെ പറയുന്നുണ്ട്, ആ ചേട്ടൻ റൂമിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ അമ്മയുടെ അടുത്ത് പോയി കിടന്നു, അത് ആ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അപ്പോഴും അമ്മയോട് പറയുന്നുണ്ട് നമുക്ക് അപ്പുറത്തെ റൂമിൽ പോയി കിടക്കാം എന്ന് പറഞ്ഞിട്ടും ആ ചേട്ടൻ സമ്മതിച്ചില്ല. അപ്പോഴാണ്
എന്നെ മർദ്ദിച്ചത് എന്ന് പറയുമ്പോൾ അതിനമ്മ കൂട്ടുനിന്നു എന്നുകൂടി പറയുമ്പോൾ ആ കുട്ടിയുടെ വാക്കുകൾ എന്തുമാത്രം മനസ്സിൽ തട്ടിയായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുമെന്ന് കൂടി നാം ആലോചിക്കണം. ആ കുട്ടി എന്തുമാത്രം തകർന്നിട്ടുണ്ടാവണം മാനസികമായും അതുപോലെ തന്നെ ശാരീരികമായും. അങ്ങനെ ഇത്തരത്തിലുള്ള അമ്മമാർ ഉണ്ടാകുന്ന ഈ നാട് അത് അത്ര നല്ല രീതിയിലല്ല പോകുന്നതെന്ന് കൂടി നാം മനസ്സിലാക്കണം. ഒപ്പം തന്നെ പലയിടങ്ങളിലും അച്ഛന്മാരും ഇത് തന്നെയാണ്. മുത്തച്ഛന്മാരായിക്കോട്ടെ, അമ്മമാരായിക്കോട്ടെ, അവരുടെ എല്ലാം പീഡനങ്ങൾക്കും അക്രമങ്ങൾക്കും അതിക്രമങ്ങൾക്കും കുട്ടികൾ ഇരയാകുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ വലിയ തരത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.